അല്ല ലൈസൻസ് ഇതൊക്കെ സെപ്പറേറ്റ് എടുക്കുക ട്രാക്ടർ ലൈസൻസ് അത് ഇതില് ട്രാക്ടറുടെ വേറെ ഏതാവത് എക്സ്ട്രാ സെറ്റിങ്സ് ഏതാവത് എടുക്കുക നോർമൽ தான் நீங்க எத்தனை வருஷமா அது ஓட்டுதானே இந்த மாதிரி 25 வருஷமா இந்த மாதிரி நெல் வண்டி ஓட்டுதா எல்லா வருஷமா കേരളത്തിക്ക് വരുതാ എല്ലാ ഏരിയക്കും പോകും നീങ്ക സേലം താനെ പേരെന്നാ സെൽവരാജ് ഓക്കെ ഹായ് ഇന്ന് നമ്മളുള്ളത് ഒരു വെറൈറ്റി വണ്ടി ആയിട്ടാണ് വെറൈറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ മോൺസ്റ്റർ ട്രക്കിനൊക്കെ ഉള്ള പോലൊരു വണ്ടിയാണ് നമ്മളൊക്കെ എപ്പോഴും റോഡിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ കൊയ്ത്തുകാലൊക്കെ ആയാലാണ് ഈ മുതൽ നമ്മൾ മെയിനായിട്ട് കാണാറ് അപ്പോൾ നമ്മൾ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അന്തം മുന്നിട്ട് നോക്കി നിൽക്കുകയും ചെയ്യും നമ്മൾ അതിൻ്റെ അവിടെ നിന്ന് കുറച്ചൊന്ന് സൈഡിലേക്ക് മാറി നിൽക്കുകയും ചെയ്യും കാരണം ഒരു ആചാന ബാഹുവായിട്ടുള്ള വണ്ടിയായിട്ടാണ് ഈ സംഭവം വരാറ് അതേപോലെ തന്നെ ഇത് എങ്ങനെ ഇത് ഓടുന്ന കാര്യങ്ങളെന്ന് നമ്മൾ ചിന്തിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഈ വണ്ടിയുടെ എഞ്ചിനും അതേപോലെ ഡ്രൈവറൊക്കെ ഇരുന്നിട്ട് റൺ ചെയ്യുക അപ്പോൾ അത് ഓടിക്കാനായിട്ടും ഒരു സാധാരണ പെട്ടെന്ന് ഒരാൾക്ക് പോയേ പറ്റില്ല അതിൻ്റേതായിട്ടുള്ള കുറച്ച് സാധാരണ ട്രാക്ടറിൻ്റെ എഞ്ചിനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് പക്ഷേ അതിന് അതല്ലാണ്ടെയും കുറേ സ്പെസിഫിക്കേഷൻസും സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് ഈ വണ്ടിക്ക് അപ്പോൾ കുറച്ചൊരു ഇതിൻ്റെ കോഴ്സ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്ന് ഡ്രൈവിംഗ് പഠിച്ചെന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാണ് ഈ വണ്ടി കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുള്ളൂ കൂടുതലായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഈ വണ്ടി അതുപോലെ നമ്മൾ കുറേ ദൂരത്തു നിന്ന് തന്നെ ഇതവിടെ കൊയ്യണതും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടാവും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും വലിയൊരു സ്പീക്കറൊക്കെ വെച്ചിട്ടാണ് വരിക ഈ വണ്ടിയിൽ അപ്പോൾ കുറേ നല്ല അടിപൊളി തമിഴ് ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും കുറേ ദൂരത്തു നിന്ന് തന്നെ എന്നിട്ടാണ് ഇവർ ആസ്വദിച്ചിട്ട് കൊയ്യലും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഒരു ഇലക്ട്രിക്കിൻ്റെ ഒരു സെക്ഷന് ഫ്യൂസും കരിയറൊക്കെ ആയിട്ടുള്ള ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവർ ഇതിൽ ഒരു ട്രാക്ടറിൻ്റെ പുറമെ ഇതിൽ കുറേ അഡീഷണൽ ആയിട്ടുള്ള സെറ്റിങ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഫ്യൂസ് ബോക്സും കാര്യങ്ങളൊക്കെ എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഏകദേശം രണ്ട് സൈഡിലും ഗിയേഴ്സ് വരുന്നുണ്ട് അത് ഗിയേഴ്സ് എന്തിനാന്ന് വെച്ചാൽ ഇതിൽ ഒരെണ്ണം സാധാരണ നോർമലി നമ്മൾ റോഡിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കാനായിട്ടുള്ള ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള ഗിയറും പിന്നെ ഒരെണ്ണം ഇതിൽ ABCD അങ്ങനെയാണ് ഇതിൻ്റെ ഇതിൽ കണ്ടിരിക്കുന്നത് പിന്നെ D ഗിയറൊക്കെ ഹൈ ഗിയർ ലോ ഗിയറൊക്കെ പോലെ നമ്മൾ 4 വീൽ ഡ്രൈവിലൊക്കെ ഇടുന്ന പോലെ ഇതിന് പാടത്ത് പിടിച്ച് കയറാനായിട്ടും സ്പീഡിൽ പോകാനായിട്ടും ഒന്നുകൂടി പവർ കിട്ടാനായിട്ടാണ് എന്നാണ് ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ വീണ്ടും എക്സ്ട്രാ 2 ഗിയേഴ്സ് ഉണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ചോദിച്ചു നോക്കിയപ്പോൾ പറഞ്ഞത് ഒന്ന് ജസ്റ്റ് ഇപ്പോൾ ട്രാക്ടറിന് സാധാരണ ട്രാക്ടറിൻ്റെ എഞ്ചിനാണല്ലോ അപ്പോൾ അതിന് ബാക്ക് സൈഡിൽ ബോഗി എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അത് ലിഫ്റ്റ് ചെയ്യാനായിട്ടാണെന്ന് പറഞ്ഞ ഹൈഡ്രോളിക്കായിട്ട് പിന്നെ വേറെ ഒരെണ്ണം ബാക്കിൽ നെല്ലിൻ്റെ ഇതിൽ ഓൾറെഡി 2-3 സെറ്റിങ്സ് ആയിട്ട് വരുന്നുണ്ട് നെല്ലിൻ്റെ കൊയ്യണതും അതുപോലെ പുറത്തേക്ക് എടുക്കുന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അപ്പോൾ അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് എന്നാണ് നമ്മുടെ അണ്ണൻ പറഞ്ഞത് പിന്നെ മുമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഏതോ ഒരു ആനപ്പുറത്ത് കയറിയിരിക്കണേക്കാട്ടും പൊക്കത്തിലുള്ള ഒരു ഫീലിംഗ് ആണ് താഴത്തേക്ക് നോക്കുമ്പോൾ എങ്ങനെ ഇത് ഓടിക്കണമെന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് ബാക്കിയുള്ളവരൊക്കെ നമ്മൾ താഴത്ത് വല്ല ബൈക്കും അതുപോലുള്ള ചെറുവണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വളരെ ചെറിയ എന്തോ സാധനം പോണ പോലെയാണ് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ തോന്നുള്ളൂ എന്തായാലും ഇത് ഓടിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കഴിവ് തന്നെ വേണം അപ്പോൾ അണ്ണൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പവർ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ് പണ്ടത്തെ പോലെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല പണ്ടുണ്ടായിരുന്ന വണ്ടിക്ക് അങ്ങനെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു ഇതിൻ്റെ ഇപ്പോൾ ക്ലച്ചും കാര്യങ്ങളൊക്കെ അയച്ചിട്ടൊക്കെയാണ് നമുക്ക് അതേപോലെ വണ്ടി ചെറിയ പണിയായിട്ട് എടുക്കുമ്പോഴാണ് കുറേ നാളെ ഒരു വീഡിയോ എടുക്കാനായിട്ട് നോക്കണം അതിന് എപ്പോൾ പോയാലും നമുക്ക് കിട്ടാറില്ല വണ്ടി വിചാരിച്ച പോലെ കയ്യിൽ ഓരോരുത്തർ കൊയ്യലും അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അതിൽ അപ്പോൾ അങ്ങനെ കിട്ടാറില്ല പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ വേറെ ഒരു ഗിയർ ഉണ്ട് ഒരു ലിവേഴ്സാണ് കൂടുതൽ ഇതിൽ അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഇതിൽ നെല്ല് പുറത്തേക്ക് വീണ്ടും കൊയ്ത് കഴിഞ്ഞിട്ടുള്ള നെല്ല് വീണ്ടും പുറത്തേക്ക് തള്ളിയിടാനാണ് വൈക്കോലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആക്കാനായിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത് അതുപോലെ ഇതിൻ്റെ മുമ്പിലാണ് ട്രോളി സെറ്റ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മുടെ വൈക്കോലും കാര്യങ്ങളൊക്കെ ഇതിൽ കയറിപ്പോയിട്ട് നേരെ ഉള്ളിലേക്ക് പോയിട്ട് അത് രണ്ട് സൈഡിലും 2 പൈപ്പും അതിൻ്റേതായിട്ടുള്ള കൺവെയർ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ പോയിട്ട് അത് ക്രഷ് ചെയ്തിട്ട് നമുക്ക് നെല്ലും അതേപോലെ തന്നെ വൈക്കോലും സെപ്പറേറ്റ് ആയിട്ട് വരിക വൈക്കോല് സെപ്പറേറ്റ് ആയിട്ട് വരാനായിട്ട് അത് വൈക്കോലിൻ്റെ രൂപത്തിലും ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുത്താനായിട്ട് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ലിവേഴ്സൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അത് ഈ ഇതിൽ കാണാനായിട്ട് നമുക്ക് പറ്റും അതേപോലെ തന്നെ മുമ്പിലും ബാക്കിലൊക്കെ കുറേ ബെൽറ്റ് കാര്യങ്ങളാണ് ഇഷ്ടം പോലെ ഉണ്ട് ഒക്കെ ഓരോന്നിനും സെപ്പറേറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് ഇടുന്നതാണ് അതുപോലെ തന്നെ ഇവർ വണ്ടി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ റോട്ടിലൂടെ ഓടിക്കുമ്പോൾ ഈ ട്രോളി ഏറ്റവും ബാക്കിലാണ് കെട്ടുക അതേപോലെ തന്നെ ഒരു ബൈക്കും മുമ്പിലോ ബാക്കിലൊക്കെ ആയിട്ട് ഇവർ കെട്ടി വെച്ചിട്ടാണ് പോകുന്നുണ്ടാവുക കാരണം തമിഴ്നാട്ടിലൊക്കെ ഈ ക്രക്സ് ബൈക്ക് അങ്ങനെയുള്ള ഓരോ ബൈക്കൊക്കെ ഇത് മേടിക്കുമ്പോൾ ഈ വണ്ടി മേടിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഓഫറായിട്ട് കൊടുക്കുന്നതാണ് ഒരു പറഞ്ഞത് അണ്ണൻ ചോദിച്ചു നോക്കിയപ്പോൾ അല്ലെങ്കിൽ കൂടുതലും യമഹയുടെ ക്രക്സ് വണ്ടിയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ചേട്ടന്മാരുടെയൊക്കെ വണ്ടിയിൽ കെട്ടി വെച്ചിട്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇവർ ഇതിൻ്റെ ട്രോളി ഇട്ടിട്ടാണ് ഓടിക്കുക പുറത്തത്തെ കൊയ്യിൽ കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വലിയൊരു
ഡണ്ണ് പോലെയാണ് തോന്നുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗുഹ പോലെ തന്നെയാണ്. കാരണം ഈ വൈക്കോല് വരാനായിട്ടും അത് സെപ്പറേറ്റ് ആയിട്ട് 2 നിലയായിട്ട് അതിൻ്റെ ഉള്ളിൽ 2 ലെയറായിട്ടാണ് ഉള്ളത്. വൈക്കോല് നമ്മൾ ഈ കൊയ്തിട്ടുള്ള വൈക്കോല് പുറത്തേക്ക് വരാനായിട്ട്. അത് കാണുന്ന പോലെയല്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ആ വണ്ടിയുടെ ട്രാക്ടറിൻ്റെ മുമ്പിലുള്ള ആ ഒരു എഞ്ചിൻ ഒഴിച്ച് ബാക്കി ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കുറേ സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ബെൽറ്റിൽ വൈക്കോല് കറങ്ങി വരാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് നമ്മളൊന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുവിധം ട്രാക്ടേഴ്സും അതുപോലെ തന്നെ ഈ ഹാർവെസ്റ്റിങ്ങിൻ്റെ വണ്ടികളൊക്കെ കൂടുതലും ജോൺ ഡിയറിൻ്റെ വണ്ടികളാണ് കണ്ടിരിക്കുന്നത്. ഇതിൽ ജോൺ ഡിയറിൻ്റെ 5310 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ്, P16 Pro എന്ന് പറഞ്ഞ മോഡലാണ് ഈ എഞ്ചിൻ ഉള്ളത്. ഇത് 2021 മോഡലാണെന്നാണ് പറഞ്ഞത്. കാരണം 2600 മണിക്കൂറോളാണ് ഇതിൻ്റെ ക്ലച്ച് ഏകദേശം മാക്സിമം കിട്ടുള്ളൂ അത്ര. അത് മണിക്കൂർ കണക്കിനായിട്ടാണ് അവർ നോക്കുക. ഭയങ്കര വലിയൊരു ക്ലച്ച് തന്നെയാണ് സംഭവം കണ്ടപ്പോൾ. ഏകദേശം ഞാൻ മുമ്പ് പറഞ്ഞ അതേപോലെ 10-18,000 രൂപയുടെ മുകളിൽ വില വരുന്നുണ്ട് എന്നാണ് അണ്ണം പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ മുമ്പിലാണ് വരുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു കാര്യം സ്പെഷ്യാലിറ്റി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ ഒരു ഷാസിയുടെ മുകളിൽ ഇത്രയും വലിയ ചേസിൻ്റെ മുകളിൽ ട്രാക്ടറിൻ്റെ എഞ്ചിൻ 4 ക്ലിപ്പ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ബോൾട്ട് ചെയ്തിട്ട് നല്ല സ്ട്രോങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും വണ്ടിക്ക് പണിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിന്ന് ടോട്ടലി അങ്ങനെ അയച്ച് മാറ്റി ജസ്റ്റ് ജാക്കി വെച്ച് പൊക്കിയിട്ടാണ് ഇത് പണിയണത്. അതുപോലെ തന്നെ അതിൻ്റെ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കും. കാരണം ഇത്രയും ഭയങ്കര ലെങ്ത്തിലാണ് ഈ ചെയ്യാൻ കിടക്കുന്നത്. ഈ ചെയിനിൽ അതുപോലെ തന്നെ വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ബൈക്കും അതുപോലെ നമുക്ക് സൈക്കിളൊക്കെ നമ്മൾ ടൈറ്റ് ചെയ്യണ പോലെ തന്നെ ഇതിൻ്റെ ചെയിനും നമ്മൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ചെയിൻ ടൈറ്റ് ചെയ്യാനെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കാണുന്ന 4 ബോൾട്ടുകളുണ്ട്. ഈ 4 ബോൾട്ടിൽ അപ്പുറത്തും ഇപ്പുറത്തും സെയിം ലെവലിൽ ഇതിൻ്റെ ഷാസി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ നെല്ല് സെപ്പറേറ്റ് ആയിട്ട് വൈക്കോല് സെപ്പറേറ്റ് ആയിട്ട് കയറിയിട്ട് പോണ ഒരു സെറ്റിങ്സിനായിട്ടുള്ള സംഭവമുണ്ട്. വൈക്കോല് അതിൽ കിടന്ന് കറങ്ങിയിട്ടാണ് മുകളിലേക്ക് കയറിയിട്ട് പോവുക. അത്യാവശ്യം 2-3 ടൈപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു എയർ ടാങ്ക് വരുന്നുണ്ട്. എയർ ടാങ്ക് എന്തിനാണെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞു, ഒന്ന് ഈ നെല്ലും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് പോകാനായിട്ട് ഇവർ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇതിൻ്റെ എയർ പ്രഷറും ഗോജും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഈ ട്രാക്ടറിൻ്റെ ടയേഴ്സ് ചില പാടത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ മണ്ണിനനുസരിച്ചിട്ട് അവർ അതിൻ്റെ എയർ പ്രഷർ വ്യത്യാസം വരുത്തിയിട്ടാണ് ഇറങ്ങാറും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ അതിന് തന്നെ വണ്ടി ഓണാക്കിയിട്ട് അതിന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർക്ക് എയർ അടിക്കാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം നല്ല പ്രഷറും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഈ കാണുന്ന ഇതിൻ്റെ BDM മോട്ടറാണ് ഇതിന് മെയിനായിട്ട് ഈ നെല്ല് കൊയ്യണതിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ വൈക്കോലിൽ ഇതിൻ്റെയൊക്കെ ആയിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിൻ നമ്മുടെ ട്രാക്ടറിൻ്റെ എഞ്ചിന് ഡയറക്റ്റ് ഇതിലേക്ക് ഒരു ഷാഫ്റ്റ് നമ്മുടെ ഹൗസിംഗ് എന്നുള്ള ഷാഫ്റ്റ് വന്നിട്ട് കണക്ഷൻ വരുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഗിയേഴ്സ് നമ്മൾ അങ്ങോട്ട് കൊണ്ട് മാറ്റുമ്പോഴും ലിവേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഇതിലാണ് നടക്കുന്നത്. പിന്നെ ഇതിൽ ഇപ്പോൾ ഒരു ചാർജ് ചെയ്യുന്ന പ്രൈസ് പറഞ്ഞാൽ ഏകദേശം 1700 രൂപയോളാണ് ഒരു മണിക്കൂറിന് ചാർജ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ വണ്ടിക്ക് ഏകദേശം വില വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ 26 ലക്ഷം രൂപയോളം വണ്ടിക്ക് വില വരുന്നുണ്ട്. വണ്ടിയുടെ ഈ ബാക്കിലത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള നെല്ല് കൊയ്യാനുള്ള അതിൻ്റെ മെഷീൻസും കാര്യങ്ങളും അതുപോലെ തന്നെ ട്രാക്ടറിൻ്റെ എഞ്ചിൻ അതുപോലെ ചേസും കാര്യങ്ങളും മാത്രമായിട്ടാണ് ഇത്ര വരിക. ബാക്കിയുള്ള ഈ ടാങ്ക് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഇവർ ഇതിൽ മേടിച്ചിട്ട് സെറ്റ് ചെയ്യണതാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഓരോ മെഷീൻസിൻ്റെ പുതിയ മോഡൽസും കാര്യങ്ങളും വ്യത്യാസം വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ വില വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നും പറഞ്ഞു. അങ്ങനെ ചെറുപ്പം തൊട്ടിട്ടുള്ള വലിയൊരു ആഗ്രഹം നമ്മുടെ തീർന്നു. എന്താണെന്ന് വെച്ചാൽ അതിലൊന്ന് കയറണം, അടുത്തുനിന്ന് നേരിട്ട് കാണണം എന്നൊക്കെ വളരെ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. കുറേ നേരം വണ്ടി നമ്മുടെ അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അവിടെ ഇവിടെ എല്ലാ സൈഡിൽ സുഖമായിട്ട് നിന്നിട്ട് കണ്ടു. അവിടെ നമ്മുടെ മെക്കാനിക്കായിട്ടുള്ള ചേട്ടനുള്ള കാരണം കൊണ്ട് ഓരോരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മെക്കാനിക്കായിട്ടുള്ള ചേട്ടൻ ഇവിടെ നമ്മുടെ പാലക്കാടിലാണ്. ആൾ കേരളം മൊത്തം ട്രാക്ടേഴ്സും കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യാനായിട്ട് ഓൺ കോളായിട്ട് പോണതാണ്. ആളുടെ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനലിലേക്ക് ഒന്ന് മുമ്പിലേക്ക് കയറി പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ, ടാറ്റാ ബൈ.